നമ്മുടെ റയോട്ട് വീസസ് കർണൈ തമ്മിൽ ഫൈറ്റ് നടത്തിയാൽ ആര് ജയിക്കുമെന്ന് ഒരു ബ്രോ ചോദിച്ചായിരുന്നു. നമ്മളിന്ന് അതാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ റയോട്ടിൻ്റെ കാര്യം പറയാം. റയോട്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ സിംബിയോട്ടുകളുടെ തന്നെ ലീഡറാണ്. അത് നമ്മുടെ വെനം തന്നെ പറയുന്നുണ്ട്, റയോട്ടുമായിട്ട് ഫൈറ്റ് നടത്തിയാൽ ഉറപ്പായിട്ടും നമ്മളെ ഡിഫീറ്റ് ആവത്തുള്ളൂ. കാരണം റയോട്ട് എന്ന് പറയുന്നത് സിംബിയോട്ടുകളുടെ തന്നെ ലീഡറാണല്ലോ. അതുമാത്രമല്ല റയോട്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 60, 70, 80 ടണ്ണോളം മാക്സിമം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ റയോട്ടിൻ്റെ ബോഡി എന്ന് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ അയൺമാൻ്റെ നാനോ സ്യൂട്ട് പോലെയാണ്. കാരണം റയോട്ടിന് വേണ്ട വെപ്പൺസൊക്കെ അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് വെച്ചാണ് നമ്മുടെ എതിരാളികളെ റയോട്ട് ഫൈറ്റ് ചെയ്ത് ഡിഫീറ്റ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ തന്നെയും ആ ഒരു പവേഴ്സ് ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ എതിരാളികളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. കാരണം റയോട്ടിൻ്റെ സ്ട്രെങ്ത് അത്രയ്ക്കുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഒരു ഫൈറ്റിൻ്റെ ഘട്ടത്തിൽ നമ്മുടെ വെനമാണെങ്കിൽ സൈ കെട്ടിട്ട് നമ്മുടെ റയോട്ടിനെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ട്. കാരണം റയോട്ടിനെ ഒന്ന് അനക്കാതിരിക്കാൻ വേണ്ടി. ആ സമയത്ത് ഒരു മുള്ള് പോലെ സാധനം നമ്മുടെ വെനത്തിൻ്റെ ദേഹം മൊത്തം കുത്തിക്കയറിയിട്ട് വെനത്തെ തെറിപ്പിക്കുമല്ലോ. ആ സമയത്ത് ആ മുള്ള് പോലെ സാധനം വന്നില്ലായിരുന്നെങ്കിലും നമ്മുടെ റയോട്ടിനെ ജയിക്കത്തുള്ളൂ. കാരണം റയോട്ടിൻ്റെ ബോഡി അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതുമാത്രമല്ല നമ്മുടെ എഡ്ഡീനെയും വെനത്തിനെയും വേർതിരിച്ച് വെനം വന്ന സിംബിയോട്ടിനെ കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ എഡ്ഡി വന്ന ആ സിംബിയോട്ടിനെ തൊട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ വെനത്തെ അപ്പം തന്നെ കഴിച്ചേനെ. അതുകൂടാതെ നമ്മുടെ വെനത്തിനെയും എഡ്ഡീനെയും ഒരുമിച്ച് അകത്താക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ എഡ്ഡിയുടെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് ആ റോക്കറ്റിൻ്റെ സൗണ്ട് വെച്ചില്ലായിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും പോയേനെ. കാരണം ഇവർക്ക് സൗണ്ട് ഒരു വീക്ക്നെസ് ആണല്ലോ. ഇനി കർണേജിൻ്റെ കാര്യമാണെങ്കിൽ ബോഡി അത്രയ്ക്ക് പവർഫുൾ ഒന്നുമല്ല. കാരണം നമ്മുടെ വെനത്തിൻ്റെ ഫസ്റ്റത്തെ പഞ്ച് തന്നെ നെഞ്ചൊക്കെ തുളഞ്ഞു പോയി. അതിൻ്റെ അർത്ഥം അവരുടെ ബോഡി അത്രയ്ക്ക് പവർഫുൾ അല്ല. പ്രത്യേകിച്ച് പവറും പടത്തിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ റയോട്ടെ ജയിക്കത്തുള്ളൂ.